വിനു, അയാൾ വീണ്ടും വന്നു. വിനു, നീ ഇപ്പൊ എവിടെയുള്ളേ? നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ഞാൻ ജംഗ്ഷനടുത്തുള്ള ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ. ഓ ഓക്കെ. അവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ. ഓക്കെ. നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഓക്കെ. എന്താ വേണ്ട മാഡം? ബിസ്ക്കറ്റ് ഉണ്ട്. ഓക്കെ മാഡം, താങ്ക് യു. എന്താണ് പറ്റിയത്? ഞാൻ പറയാം. എന്താ സംഭവിച്ചത്? നീ ഓക്കെ ആണോ? നമുക്ക് പോവാം. എന്താ അവിടെ സംഭവിച്ചേ? ഞാൻ നടന്നു വരുമ്പോൾ ഒരാളെൻ്റെ കൈ കയറി പിടിച്ചിട്ട് യു ആർ ഗോയിങ് ടു ടോക്ക് ടു മീ എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടതാണെന്ന്. നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം. Nowadays, there are several apps which help to make your number private if you pay some money. So, to be honest, it will be very difficult to trace it. ഇനി കോൾ വരികയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യും. യെസ് സർ. ഹോസ്പിറ്റലിലും റോഡിലും അവനെ കണ്ടു എന്ന് പറയുന്ന ഡേറ്റും ടൈമും നോക്കിയിട്ട് അതിൻ്റെ CCTV ഫുട്ടേജ് കിട്ടുമോ നോക്കണം. ഓക്കെ സാർ. അന്ന് നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ആരും വിളിച്ചിട്ടില്ലല്ലോ? ഇല്ല സർ. ഓക്കെ. കോൾ ചെയ്ത ആളുടെ വോയിസും നിങ്ങൾ 2 തവണ കണ്ട ആളുടെ വോയിസും ഒരേപോലെയുള്ളതായിരുന്നു. എനിക്ക് ഐ എം നോട്ട് ഷുവർ. കണ്ട ആള് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. കോള് വന്നത് മലയാളത്തിലായിരുന്നു. ഓക്കെ. സോ അത് രണ്ടും ഒരാളാണെന്നില്ല. നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? അത് പെട്ടെന്ന് ആരെയും അങ്ങനെ മനസ്സിൽ വരുന്നില്ല സാർ. രണ്ടുപേരും വർക്കിംഗ് ആണല്ലേ? അതെ സാർ. ഞാൻ IT-ലാണ്. വർക്ക് ഫ്രം ഹോമാണ്. ഇത് ആർക്കിടെക്റ്റാണ്. അതെയോ? നിങ്ങൾ പേടിക്കാതിരിക്കും. നമുക്ക് നോക്കാം. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ യു ജസ്റ്റ് കോൺടാക്ട്. ഓക്കെ ഓക്കെ. ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യാം. എന്തൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഓക്കെ സാർ. മാഡം ഒന്ന് വണ്ടി എടുത്തില്ലേ? ഇല്ല, ക്ലയന്റ് വിസിറ്റിന് പോകേണ്ടതാ. അവര് വണ്ടി അയക്കാന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടില്ല ഇതുവരെ. ഈ സമയത്ത് വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളോട് നിൽക്ക്, ഞാൻ വിളിച്ചിട്ട് വരാം. പറ്റുമോ? അല്ല, ഞാൻ കൊണ്ടുവരാം. ഓക്കെ. താങ്ക് യു നളിൻ. ശരി മാഡം. മോളെ ഫോൺ താ. ഹലോ. ഹലോ, നിഖിൽ സാറല്ലേ? ഞാൻ വിനീതായിരുന്നു. അല്ല, ഞാൻ അജിത്താണ്.
ഹലോ അല്ല നിഖിൽ സാറാ നമ്പർ തന്നേ. ആ നിങ്ങൾ കാര്യം പറഞ്ഞോളൂ. അല്ല സാറിൻ്റെ വൈഫ് മിസ്സിംഗ് ആണ്. എന്താ സംഭവിച്ചത്? വൈകുന്നേരം ഒരു 5 മണിയായപ്പം ഓഫീസിൽ നിന്ന് ഒരു ക്ലയൻറ്റ് മീറ്റിങ്ങിന് ടാക്സി വിളിച്ച് പോയതാ. അവിടെ എത്തിയിട്ടുമില്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, സ്വിച്ച് ഓഫ് ആണ് സാർ. ഇത്ര നേരമായ ഒരു വിവരമില്ല. നിങ്ങൾ പാനിക് ആവണ്ട. നിങ്ങളുടെ വൈഫിൻ്റെ നമ്പർ എനിക്കൊന്ന് ഷെയർ ചെയ്യും. ഞാൻ സ്റ്റേഷനിൽ അറിയിക്കാം. ആ സാർ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഉടനെ ഞങ്ങളെ അറിയിക്കണം കേട്ടോ. സാർ ഒരുപാട് ലേറ്റ് ആവും. ഓക്കെ, നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഓക്കെ സാർ, അയച്ചേക്കാം സാർ. ഒന്ന് പെട്ടെന്ന് നോക്കാം. നിങ്ങൾ ആ നമ്പർ ഒന്ന് ഷെയർ ചെയ്യും. ശരി. ഓക്കെ സാർ. മോളെ നമുക്കെന്നാ പുറത്തൊന്ന് കഴിക്കാം. അച്ഛനല്ലേ പറഞ്ഞത് പുറത്തു പോയി കഴിക്കാൻ പല കൊറോണ ഉള്ളതുകൊണ്ട്. അച്ഛനെ കൊറോണ ഇല്ലാത്തൊരു സ്ഥലം കണ്ടുപിടിക്കാം. ഓക്കെ. എന്തായി, എന്തെങ്കിലും കിട്ടിയോ? സർ, അവസാനമായി മൊബൈൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ഗോവിന്ദപുരം ഭാഗത്തുള്ള കേരള തമിഴ്നാട് ബോർഡറിലാണ്. ഓഫീസിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ? സാർ, ഓഫീസ് 6 മണിക്ക് അടച്ചുപോയി. ഇൻഫർമേഷൻ വല്ലതും വേണമെങ്കിൽ വർക്ക് ചെയ്യുന്നവരുടെ വീട്ടിൽ ചെന്നോണ്ട് അന്വേഷിക്കാം. പക്ഷെ ആരുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം എന്നത് ഒരു കൺഫ്യൂഷനാണ്. ഹലോ. ഹലോ സാർ, വിനീതാണ്. ആ പറയൂ. സാർ, നിഷ തിരിച്ചെത്തി സാർ. ഓ, ഇസ് ഷീ ഫൈൻ? യാ, ഷീ ലുക്സ് ഫൈൻ. എന്താ പറ്റിയെന്ന് പറഞ്ഞു? ടാക്സിക്കാരൻ റൂട്ട് മാറ്റി വിട്ടപ്പം പെട്ടെന്ന് പാനിക്കായിട്ട് അതിൽ നിന്ന് ഇറങ്ങി ഓടി. അപ്പോഴേക്കും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. പിന്നെ വണ്ടിയൊന്നും കിട്ടിയില്ല. പിന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചെത്തിയപ്പം ലേറ്റായി. സോറി സാർ, നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായി എന്ന് എനിക്കറിയാം. ഇല്ലില്ല, അത് സാരമില്ല. എന്തായാലും ആൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ നാളെ അങ്ങോട്ട് വരാം. ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക് യു. ശരി. വീട്ടിലെത്തിയല്ലേ സർ? സാർ, എന്താ സംഭവിച്ചത്? അറിയില്ല, നമുക്ക് നാളെ പോയി നോക്കാം. ഓക്കെ, എന്നാ നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാം. വേണ്ട, എനിക്ക് ഫ്രൈഡ് റൈസ് വേണം. മേടിച്ചരാം. ഓക്കെ എന്നാ, ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. ഇട്ട് തരട്ടെ.